കൊച്ചിയിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കൊച്ചിയിലെ പല റോഡുകളും അന്തരിച്ചു. അതിനെയൊക്കെ അടക്കാൻ പാകത്തിനുള്ള അഗാധമായ ഗർത്തങ്ങളാണ് ഇപ്പോൾ അവിടെയുള്ളത്. ചുരുക്കി പറഞ്ഞ സൂക്ഷിച്ച ദുഃഖിക്കണ്ട. കൊച്ചിയിലെ വെള്ളംകളി തിട്ടേതോ അറിഞ്ഞില്ലേ? കോർപ്പറേഷൻ ഹാളിൽ വെള്ളംകളി. വെള്ളക്കെട്ടിന് കാരണം കോർപ്പറേഷന്റെ അനാസ്ഥയെന്ന് ചൂണ്ടിക്കാട്ടി കൗൺസിൽ ഹാളിൽ വെള്ളം തുഴഞ്ഞു പ്രതിപക്ഷം. ഞാനും തുഴഞ്ഞു പഠിക്കട്ടെ, അടുത്ത മഴയ്ക്ക് തുഴഞ്ഞെങ്കിലും രക്ഷപ്പെടാമല്ലോ. കർണാടക സർക്കാരിനെതിരെ കേരളത്തിൽ കണ്ണൂർ രാജരാജേശ്വരി ക്ഷേത്രം കേന്ദ്രീകരിച്ച് ശത്രു സംഹാര യാഗവും മൃഗബലിയും നടന്നുവെന്ന് ഡി കെ ശിവകുമാറിന് ഭ്രാന്തെന്ന് MV ഗോവിന്ദൻ. അത് ശരിയാ, ഭ്രാന്തായ ചങ്ങലയ്ക്കും ഭ്രാന്ത് പിടിച്ചോലോ. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന ആന്റിറ്റി പദ്ധതിയായ ജീവാനന്ദവുമായി സംസ്ഥാന സർക്കാർ. അതെ, ഇവരുടെയൊക്കെ ശമ്പളത്തിൽ നിന്നൊക്കെ പിടിച്ചിട്ട് വേണം ഇപ്പൊ ഒരു കൂട്ടവിരമിക്കൽ നടന്നില്ലേ, അവർക്കൊക്കെ കൊടുക്കാനുള്ള കോടികൾ ഉണ്ടാക്കാൻ. പണ്ടൊരു നരേന്ദ്രൻ ധ്യാനം ചെയ്ത ശേഷം സടകുടഞ്ഞെണീച്ച അതേ സ്ഥലത്ത് ഇന്നൊരു നരേന്ദ്രൻ ധ്യാനം ഇരിക്കുന്നുവെന്ന് രാജഗോപാൽ. ആ സംഹാരമൂർത്തിയെ കാണണ്ടേ? ദാ കാണ്. രൂപമാറ്റം വരുത്തിയ ബൈക്കിൽ കാക്കനാട് RTO ഓഫീസിൽ ലൈസൻസ് എടുക്കാനെത്തിയ യുവാവിന് കിട്ടിയത് 8 പണി. വിജയിച്ചതിന്റെ സന്തോഷത്തിൽ ബൈക്ക് ഒന്ന് റേസ് ചെയ്തു. അത്രേ ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം ചെയ്തത് വെഹിക്കിൾ ഇൻസ്പെക്ടറാ. 20,000 രൂപ പിഴയും ഇട്ടു. ഒപ്പം ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ എറണാകുളം RTOയ്ക്ക് ശുപാർശയും ചെയ്തു. എന്തായാലും ചെക്കന് നല്ല സമയദോഷമുണ്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ, പോയിട്ട് വരാ.